അഡ്വക്കേറ്റ് ബലദേവ്, അതുകൊണ്ട് ഇവിടെയുള്ള ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ പോയാൽ പോരെ? ആ ആ ആ പരാമർശത്തിൽ അങ്ങനെ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ. ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ എത്രയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റിസ് JB കോശിയുടെ റിപ്പോർട്ടുണ്ട്. റിപ്പോർട്ടൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. നിങ്ങൾ അതിലൊന്നും ഇടപെടുന്നില്ല. എന്നിട്ട് ഈ മണിപ്പൂർ വീണ്ടും എങ്ങനെ കുത്തിപ്പൊക്കി ഇവിടെയുള്ള ക്രൈസ്തവരുടെ മനസ്സിൽ എങ്ങനെ വർഗീയമായിട്ട് അവരെ പ്രതികരിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് കരുക്കൾ നീക്കാം എന്ന് കൂലങ്കഷമായി ആലോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രസ്താവന സജി ചെറിയൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യം എവിടെയാണ് ഈ നിലയുറപ്പിച്ചിരിക്കുന്നത്? ആ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിൽ ഈ ഇടതുമുന്നണി സർക്കാർ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്? അഡ്വക്കേറ്റ് ബലദേവ്. ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ മാഷ് പറഞ്ഞു വന്നപ്പം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പുകളും അതിനകത്ത് ഇടതുപക്ഷത്തിനും ഇന്ത്യ മുന്നണിക്കൊക്കെ ഉണ്ടായ പരാജയവും BJPക്ക് ഉണ്ടായ അത്ഭുതകരമായ വിജയവും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. ശരിയാണ്, BJPക്ക് ഉണ്ടായ വിജയം അംഗീകരിക്കുന്നതിന് തർക്കമൊന്നുമില്ല. പല സംസ്ഥാനങ്ങളിലും BJPക്ക് വളരെ വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾക്കും വളരെ ദോഷവും ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP എന്നൊരു പ്രസ്ഥാനമില്ലായിരുന്നു. അതിനുശേഷം അയോധ്യയിലെ ബാബറി മസ്ജിദിന്റെ തകർച്ചയോടുകൂടി വളർന്നു വന്ന ആ പള്ളി പൊളിച്ചുകൊണ്ട് വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ്, ഹിന്ദു വർഗീയതയ്ക്ക് അടിത്തറയിട്ടുകൊണ്ട് വളർന്നു വന്നൊരു പ്രസ്ഥാനമാണ് BJP. ഇന്ത്യയിൽ 85% ഹിന്ദുക്കളാണ്. ആ ഹിന്ദു വർഗീയതയിൽ അടിത്തറയുകൊണ്ട് വളർന്നു വരുന്നു. പക്ഷെ കേരളത്തിൽ വളരെ കൂടുതലായിട്ട് വില പോകാത്തത്, കേരളത്തിലായിട്ട് 48% ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗമുണ്ട്. ഇവിടെ ഭൂരിപക്ഷം 50% കഷ്ടിച്ചേ ഉള്ളൂ ഹിന്ദുക്കൾ. അപ്പൊ അതുകൊണ്ട് BJPയുടെ ആ ഒരു ഹിന്ദുത്വ ആശയം കേരളത്തിൽ അത്ര കണ്ട് പോകുന്നില്ല. പിന്നെ അദ്ദേഹം ഇവിടെ പ്രധാനമായിട്ട് കാര്യം പറഞ്ഞു, ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞു. എനിക്ക് പ്രധാനമായിട്ടൊന്ന് ചോദിക്കാനുള്ളത്, RSSന്റെ തന്നെ രണ്ടാമത്തെ സർസംഘചാലകായിരുന്നു മാധവ സദാശിവ ഗോൽക്കർ, ഗുരുജി എന്ന് വിളിക്കും, ഗുരു ഗോൽക്കർ. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണ് ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന വിചാരധാരയായിട്ട് 1964 ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്. അദ്ദേഹത്തിന് അത് പബ്ലിഷ് ചെയ്തതിനകത്ത് അത് ഹിന്ദിയിലും ഇംഗ്ലീഷുമായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അല്ലാതെ ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട വാചകം തന്നെ ഞാൻ പറയാം. ഹോസ്റ്റൈൽ എലിമെന്റ്സ് വിത്തിൻ ദ കൺട്രി പോസ് എ ഫാർ ഗ്രേറ്റർ മീനാൻസ് ടു നാഷണൽ സെക്യൂരിറ്റി ദാൻ അഗ്രഷൻ ഫ്രം ഔട്ട്സൈഡ്. അപ്പൊ അത് കൂടുതൽ രാജ്യത്തിനകത്തു നിന്നുള്ള ശത്രുക്കളെക്കാൾ പുറത്തു നിന്നുള്ള ആക്രമണകാരികൾ കൂടുതൽ, പുറത്തു നിന്നുള്ളവരെക്കാൾ കൂടുതലായിട്ട് രാജ്യത്തിനകത്തു നിന്നുള്ളവർ കൂടുതൽ ഭീഷണികൾ. അത് 3 പേരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 1 മുസ്ലിങ്ങൾ, 2 ക്രിസ്ത്യാനികൾ, 3 കമ്മ്യൂണിസ്റ്റുകൾ. ഇവരാണ് ഈ രാജ്യത്തിന്റെ ചർച്ച ചെയ്താണ് ബലദേവ്. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതാണല്ലോ RSSന്റെ തത്വം. സജീവമായി ചർച്ച ചെയ്തു. അല്ല സച്ചാർ കമ്മിറ്റി അല്ല, കേന്ദ്രത്തിൽ കൊണ്ടുവന്ന സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ അവിടെ റിപ്പോർട്ടാണ്. ഞാൻ അങ്ങോട്ട് വരാം. അതിൽ JB കോശി റിപ്പോർട്ടാണ് നിൽക്കട്ടെ. പണ്ട് ന്യൂനപക്ഷങ്ങളുടെ കാര്യം കൊണ്ടുവന്ന റിപ്പോർട്ടൊക്കെ അവിടെ കൊണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ RSSന്റെ വക്താവായിട്ട് നിൽക്കുന്നയാളാണ് നരേന്ദ്രമോദി. അതിന് തർക്കമൊന്നുമില്ല. ഈ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് BJP അധികാരത്തിൽ വരുന്നതും ഒരു ഹിന്ദുത്വ അജണ്ട കൊണ്ടുവരികയും ദേശീയ തലത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഒന്നുകിൽ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരിക, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമങ്ങൾ കൊണ്ടുവരിക, ഇപ്പോൾ ഏതെങ്കിലും പള്ളി അമ്പലങ്ങൾ പ്രശ്നങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ അയോധ്യയിൽ ഇതാ പള്ളി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നു. അതിന്റെ തൊട്ടടുത്തുള്ള ഗ്യാൻവ്യാപിയിൽ പുതിയ, അത് ഞങ്ങളുടെ ക്ഷേത്രമാണ്, മുസ്ലിം പള്ളി അല്ല എന്ന പ്രശ്നവുമായിട്ട് വീണ്ടും കൊണ്ടുവരുന്നു. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഈ രീതിയിൽ, അപ്പൊ അതാരാണ് ആ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നത്? ഇപ്പോൾ മുസ്ലിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങൾ, അത് പലതും ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ, സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്നുണ്ട്, അത് മറക്കരുത്. നോർത്ത് ഈസ്റ്റ് ഉൾപ്പെടെ അവിടെ എവിടെ BJP ഭരിക്കുന്നത്? ഏത് സ്റ്റേറ്റില BJP ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞേ? ക്രൈസ്തവ ഭൂരിപക്ഷമായിട്ടില്ലേ? ഭാഗമാകാമല്ലോ. ക്രൈസ്തവ ഭൂരിപക്ഷം ഗോവ 24% ഉള്ളു. ക്രിസ്ത്യാനികൾ, ഗോവ ക്രിസ്ത്യാനികൾ 24% ഉള്ളു. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാത്ത ആൾക്കാര്. ഇന്ത്യയിൽ ഈ ഗോവ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ക്രിസ്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് 24%. ഇന്ത്യയിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള 3 സംസ്ഥാനങ്ങളേ ഉള്ളൂ: നാഗാലാൻഡ്, മിസോറാം, മേഘാലയ. 3 അവിടെ 86 ഉണ്ട്, 78, 76 ഉണ്ട്. 3 സംസ്ഥാനങ്ങൾ. പക്ഷെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉള്ളത് കേരളത്തിൽ 62 ലക്ഷം. അല്ല, ഗോവ എപ്പോഴും BJPക്കാർ വന്നിരുന്ന് പറയുന്നേക്കാം, ഗോവ ക്രിസ്ത്യൻ 24% ഉള്ളൂ ഗോവയിൽ ക്രിസ്ത്യൻസ്. ഗോവ ക്രിസ്ത്യൻ ഭൂരിപക്ഷം അല്ല.
അല്ല, ഈ 3 മതേതരത്വം സംസ്ഥാനങ്ങളാണ്. CPM ആണോ ഇവിടങ്ങളിലൊക്കെ ഭരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞു ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു സ്റ്റേറ്റിലും BJP ഭരിക്കുന്നില്ല. പിന്നെ അവരുമായിട്ട് ചേർന്ന് ഒരു MLA എത്തിച്ച് ഭരണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകാം. ഈ പറഞ്ഞ 3 സ്റ്റേറ്റാണ് നാഗാലാൻഡ്, മിസോറാം, മേഘാലയ. അവിടെ നിങ്ങളാണ് ഭരിക്കുന്നത്. അവിടെ BJP ഒന്നുമല്ല ഭരിക്കുന്നത്. അപ്പൊ അവിടുത്തെ പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്നു, അവരുമായിട്ട് ചേർന്നത് 1-2 സീറ്റ് പിടിക്കുന്നു, എന്നിട്ട് ഞങ്ങൾ മുന്നണിയിലാണ് ഭരിക്കുന്നു, നിങ്ങൾ ഭരിക്കുന്ന 18 സംസ്ഥാനങ്ങളുടെ ഭാഗത്തിൽ ഈ സംസ്ഥാനങ്ങളൂടെ ചേർത്ത് പറയുന്നു. അതുകൊണ്ട് അത് പറയണ്ട. പിന്നെ ഒരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോൺഗ്രസ് ഒരു കാലത്ത് ഇന്ത്യ മൊത്തം ഭരിക്കുന്ന ശ്രീ PM നിയാസിന്റെ പാർട്ടി ഇന്ത്യ മൊത്തത്തിൽ അടങ്കൽ ഭരിച്ച് 400 ചില്ലാനും സീറ്റുമായിട്ടൊക്കെ നിന്ന സമയങ്ങളുണ്ടായിരുന്നല്ലോ. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. അതിലെ പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞ ജനാധിപത്യ പ്രസ്ഥാനത്തിനുണ്ടായ പരാജയം, അത് ഭാരതീയ ജനതാ പാർട്ടി വർഗീയമായിട്ടോ മറ്റേതെങ്കിലും രീതിയിൽ വളർന്നു വന്നു. അവർക്കുണ്ടായിരിക്കുന്നു, നമുക്കറിയാം, അവർക്കുണ്ടായിരുന്ന ചില പ്രീണന നയങ്ങൾ. ഇപ്പോഴും കണ്ടില്ല, അയോധ്യ പ്രശ്നത്തിൽ അവർക്ക് ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അയോധ്യ പ്രശ്നത്തിൽ പങ്കെടുക്കണം വേണ്ടേ പല പാർട്ടികളും അവരുടെ നയങ്ങൾ പ്രഖ്യാപിച്ചു. ഒന്നുകിൽ ഞങ്ങൾ പങ്കെടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കില്ല. ഇപ്പോഴും അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായത്താണ്. കേരളത്തിലൊരു അഭിപ്രായമുണ്ട്. അവരുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഹിമാചൽ പ്രദേശിലെ എന്നെ വിളിച്ചാൽ ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും ഞാൻ പങ്കെടുക്കും. അപ്പോൾ ഇങ്ങനെ വിഭിന്ന അഭിപ്രായത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു പ്രസ്ഥാനത്തിനുണ്ടായ ജനാധിപത്യ രീതിയിൽ നിന്നുള്ള അവരുടെ വ്യതിചലനം, അല്ലെങ്കിൽ മതേതര കാഴ്ചപ്പാടിനുണ്ടായ ഒരു വ്യതിചലനം. അപ്പൊ ഒരിക്കലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം നശിക്കുന്നത് ഞങ്ങൾ താല്പര്യമില്ല. കാരണം കോൺഗ്രസ് നശിച്ചെടുത്തെല്ലാം വർഗീയ പ്രസ്ഥാനങ്ങളോ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ വളർന്നു വന്നു. അതാണ് പറ്റിയ ഏറ്റവും വലുത്. എവിടെല്ലാം കോൺഗ്രസ് നശിച്ചു, ഒന്നുകിൽ വർഗീയ പാർട്ടികൾ, അല്ലെങ്കിൽ വളർന്നു വന്നത് തമിഴ്നാട് പ്രാദേശിക പാർട്ടികൾ വളർന്നു വന്നു, പശ്ചിമബംഗാൾ പ്രാദേശിക പാർട്ടികൾ വളർന്നു വന്നു, ബീഹാറിൽ പ്രാദേശിക പാർട്ടികൾ വളർന്നു വന്നു, മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വർഗീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നു. അല്ലെ, ഇടതുപക്ഷം ചെയ്യായിരുന്നു ഇതൊക്കെ തടയാൻ, പ്രതിരോധിക്കാൻ? നിങ്ങളുടെ സംഭാവനകൾ എന്താണ്? നിങ്ങളല്ലേ പശ്ചിമബംഗാളിലും ത്രിപുരയിലും ഒക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അനിൽ നമ്പ്യാരെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടൊന്നും ഒരിടത്ത് നിൽക്കുന്നതല്ല. ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. BJPക്ക് ഇപ്പോൾ നമുക്കറിയാലോ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന താങ്കൾ പറഞ്ഞത് ക്രൈസ്തവർക്കെതിരായി നിങ്ങളിപ്പോ വിചാരധാര പോലെ ഉദ്ധരിച്ചു. ക്രൈസ്തവർക്കെതിരായിട്ടുള്ള ഒരു നിലപാട് പണ്ട് എടുത്തു. അപ്പൊ ഇപ്പോഴും ആ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിൽ നിന്ന് മാറ്റം വരുത്തുമ്പോൾ മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തിലെ പലരും ഈ ഒരു ധാരയുമായിട്ട് ചേർന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ ഹാലിളകുന്നത്? അവർ ചിന്തിക്കട്ടെ. നിങ്ങൾ പറഞ്ഞ കാലാതീതമായി മാറ്റം ഉണ്ടാവട്ടെ. നമ്മൾ അതിനെ സ്വീകരിക്കല്ലേ വേണ്ടേ? അല്ലാതെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് പ്രസ്താവനകളുമായിട്ടാണോ വരേണ്ടത്? അത് ഉത്തരവാദിത്തം ആൾ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ മുമ്പിൽ ഒരു 50 വാട്ട്സിന്റെ ബൾബ് കിടന്നാൽ കുറച്ച് പക്ഷികൾ അവിടെ നിൽക്കും. അതിന്റെ അപ്പുറത്തോട്ട് 100 വാട്ട്സിന്റെ ബൾബ് ഇടുമ്പോൾ ഇത് അങ്ങോട്ട് പോകും. അതിന്റെ അപ്പുറത്തോട്ട് 250 വാട്ട്സിന്റെ ഇട്ടാൽ ഈ പ്രാണികൾ അങ്ങോട്ട് പോകും. ഇത് തന്നെയാണ് മനുഷ്യന്റെ ഏകദേശമൊക്കെ അധികാരത്തോടുള്ള ഒരു ഭ്രമം എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാർ, ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ കാണുന്ന കോൺഗ്രസ്സുകാർ, പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സുകാർ കുടുംബത്തോടോ വ്യക്തിപരമായിട്ടോ ഒക്കെ BJPയിലേക്ക് പോകുന്നു. കാരണം എന്താ? കോൺഗ്രസിന് അടുത്ത സമയത്തൊന്നും ഈ ഭരണം തിരികെ പിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ദേശീയതലത്തിലൊരു ബോധമുള്ളത് കൊണ്ട് ഇപ്പോൾ കാരണങ്ങൾ എന്തെങ്കിലും ഗുണമുണ്ടാകണമെങ്കിൽ BJPയിലേക്ക് ചേരണം. അപ്പൊ BJPക്ക് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഗുണം ഉണ്ടാകുന്നുണ്ട്. അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. വടക്കൻ സംസ്ഥാനങ്ങളിലുമായി കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും, തെക്കേ ഇന്ത്യൻ സംസ്ഥാനം, വടക്കേ ഇന്ത്യൻ പാർട്ടിയായിട്ട് മാറില്ല BJP, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ BJPക്ക് അത്ഭുതപൂർവമായ വളർച്ചയുണ്ട്. അത് അധികാരത്തോടുള്ള ചിലരുടെ ഭ്രമമാണ്, അല്ലെങ്കിൽ അതിനടുത്ത് നിന്നാൽ അതിൽ നിന്ന് കിട്ടാവുന്ന ചില ഗുണങ്ങളാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതെപ്പോഴും അധികാരം എവിടെ നിൽക്കുന്നോ ആ ഭാഗത്തെ കുറെ ആൾക്കാർ നീങ്ങും. അതിനകത്ത് ഞാൻ ആരെ എതിര് പറയുന്നില്ല. അവര് അങ്ങനെയുള്ളവരാണ്, തർക്കമൊന്നുമില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരുപാട് പരാജയം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വളരെ വലിയ ചെറിയ പരാജയമല്ല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്, വളരെ വലിയ. പക്ഷെ ഒരിക്കലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഒരു വലിയ പ്രസ്ഥാനമൊന്നും ആയിരുന്നില്ല ഒരിക്കലും. കാര്യം 10-28 സംസ്ഥാനങ്ങളും 6-7 കേന്ദ്രഭരണ പ്രദേശങ്ങളുള്ള ഭാരതത്തിൽ 2-3 സംസ്ഥാനങ്ങളിലാണ് ഒരുക്കുന്നത്. അതിന് അത്ര അല്ല വളർന്നു വന്തലിച്ച് 10-15 ഇപ്പൊ 18 BJPയുടെ നേതൃത്വത്തിൽ 18 സംസ്ഥാനങ്ങളുണ്ട്. BJP ഭരിക്കുന്ന അത്രയും കൂടുതൽ സംസ്ഥാനങ്ങളൊന്നും ഭരിച്ചിരുന്ന പാർട്ടിയൊന്നും ആയിരുന്നില്ല ഇടതുപക്ഷം. പക്ഷെ ഇന്ത്യ മൊത്തത്തിൽ ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനമേ ഇന്ത്യയിലില്ലായിരുന്നു. ബാക്കി BJP എന്നൊക്കെ പറയുന്നത് എന്താണ് നമുക്കറിയാൻ ഉണ്ടായത്. മറ്റു പ്രസ്ഥാനങ്ങളെല്ലാം അപ്രസക്തമായിരുന്നു. അപ്പൊ ആ കോൺഗ്രസിനുണ്ടായ വിജയം അത് മാറ്റിക്കൊണ്ട്, കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം ഇതൊക്കെ മാറ്റിക്കൊണ്ട് പരിപൂർണമായിട്ടുള്ള ഒരു ഹിന്ദുത്വ അജണ്ടയുമായിട്ട് വന്നപ്പോൾ BJPക്ക് വളരെ കഴിഞ്ഞു. അതിനകത്തൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. പിന്നെ മതമേലധ്യക്ഷന്മാർക്ക് നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതിന് ഇടതുപക്ഷത്തിന്റെ അനുമതി വേണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയുമുണ്ട്, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ പോയതിനെ അദ്ദേഹം വിമർശിക്കാനുണ്ടായത്. അല്ല, ഇടതുപക്ഷത്തിന്റെ അനുമതി വേണമെന്നോ ഞങ്ങളുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് AKSNTയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ടേ പോകാവുന്നോ എന്നൊന്നും ആരും ഇടതുപക്ഷത്തിന്റെ. പിണറായി എവിടെയൊക്കെ പോയിട്ടുണ്ട്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സ്ഥിരമായിട്ട് പോകാറുണ്ടല്ലോ.
പോകും. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി വിളിക്കുന്ന വിരുന്നിന് ഒരാൾ പങ്കെടുക്കുന്നതിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും പങ്കെടുക്കുന്നത് തെറ്റല്ല. അതിനൊന്നും എതിര് നിൽക്കുന്നവരല്ല, ഞങ്ങൾ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുമ്പോൾ പിന്നെ ഇവിടെ ശ്രീ കെവിൻ പീറ്റർ പറഞ്ഞു കേരളത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് എന്തിനായിരുന്നു ഡെലിഗേറ്റ്സ് മണിപ്പൂരിൽ പോയത്? ക്രിസ്ത്യൻ സഭകൾ കേരളത്തിൽ നിന്ന് പോയല്ലോ മണിപ്പൂരിൽ. ആ മണിപ്പൂർ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗം കേരളത്തിൽ മൊത്തത്തിൽ പ്രക്ഷോഭം നടത്തിയല്ലോ. അതെന്തിനായിരുന്നു? വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല, കേരളത്തിലെ കാര്യം പറയുമെന്ന് പറയുന്ന ക്രിസ്ത്യൻ സമൂഹം എന്തുകൊണ്ട് കേരളത്തിൽ വളരെ ശക്തമാണ് ഞാൻ പറഞ്ഞല്ലോ. മണിപ്പൂര് മൂപ്പിച്ചിട്ട് രാഷ്ട്രീയ നേട്ടം എന്തെങ്കിലും കൊയ്യാൻ സാധിച്ചോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവേണ്ടതല്ലേ എവിടെയെങ്കിലും ഒക്കെ? രാഷ്ട്രീയ നേട്ടം എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്കാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നാളുകൂടെ ആ വിജയം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിനകത്തൊന്നും ഞങ്ങൾ ആരും എതിരില്ല. ഞങ്ങൾ രാഷ്ട്രീയം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഭാരതീയ ജനതാ പാർട്ടി കുറച്ച് നാളുകൂടി വളർച്ച മുന്നോട്ട് പോകും. അതെല്ലാവർക്കും ഉള്ളതാണ്. വരട്ടെ, നമുക്ക് വരട്ടെ, നമുക്ക് അടുത്തുനിന്ന് കാണാൻ. രാഷ്ട്രീയം നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് എന്താ പറയാൻ പറ്റും? രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രവചിക്കാൻ പറ്റും? നമ്മൾ പ്രവചിക്കും. ഇവിടെ നിങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ ഇലക്ഷന് ആരെങ്കിലും പറഞ്ഞ ഇടതുപക്ഷം 99 സീറ്റ് കിട്ടുമെന്ന്? ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചല്ല. 77 സീറ്റ്, 80 സീറ്റ്, 85 സീറ്റ് ഏതെങ്കിലും ചാനലിൽ കാണിച്ചു 99-100 സീറ്റ് കിട്ടുമെന്ന്? മാതൃഭൂമിക്കാർ മാത്രം പറഞ്ഞു 90-ന് മുകളിൽ പോകും. ബാക്കി എല്ലാവരും 75-80 സീറ്റ് പറഞ്ഞ് പ്രതീക്ഷിക്കാത്ത വിജയം ഉണ്ടായി. ഇടതുപക്ഷം പോലും വിചാരിച്ചല്ലത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ പലതും 19 സീറ്റ് കോൺഗ്രസിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചു. ആരാ സമരം ചെയ്തത്? ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തത് മൊത്തം ബി ജെ പിക്കാരാണ്. കേസിലെ പ്രതികളായതും എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് ബി ജെ പിക്കാരാണ്. പക്ഷെ ഗുണം ചെയ്ത ആർക്കാണ്? കയ്യാലപ്പുറത്തിരുന്ന പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് പ്രതീക്ഷിക്കാതെ 19 സീറ്റ് കോൺഗ്രസിന് കേരളത്തിൽ കിട്ടി, യു ഡി എഫിന് കിട്ടി. അപ്പൊ അതൊന്നും ഞാൻ പറഞ്ഞു, രാഷ്ട്രീയത്തിൽ അപ്പൊ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. കാര്യം അത് ഏത് നിമിഷം പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് മാറി. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എനിക്ക് പറയാനുള്ളത്, ക്രിസ്ത്യൻ സഭകൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും എതിരല്ല. അത് തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള മതപരമായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, 15-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡോക്ട്രിൻ ഓഫ് വാൾ ഓഫ് സെപ്പറേഷൻ. കാരണം പണ്ട് പോപ്പ് ഓഫ് റോം ആയിരുന്നു ക്രിസ്ത്യൻ രാജ്യങ്ങൾ മൊത്തം. അന്ന് ക്രിസ്ത്യന്മായിരുന്നു കൂടുതൽ. പിന്നീടാണ് മുസ്ലിം സമുദായം വളർന്നു വന്നത്. നമുക്കറിയാലോ, AD 5 അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഭരിച്ചത് ക്രിസ്ത്യൻ സമുദായമായിരുന്നു. ഇന്ത്യയിൽ വന്ന് ഈ പറയുന്ന പോലെ ഹിന്ദു സമൂഹം അന്നില്ലായിരുന്നല്ലോ, കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളായിരുന്നു. അന്ന് ഡോക്ട്രിൻ ഓഫ് വാൾ ഓഫ് സെപ്പറേഷൻ കൊണ്ടുവന്നു. ഒരിക്കലും ഭരണ നേതൃത്വം, റോമാ സാമ്രാജ്യമോ പോപ്പ് ഓഫ് റോമോ ഭരണത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ രാജ്യങ്ങളെല്ലാം ഈ സമുദായ മേലധ്യക്ഷന്മാരെയും പോപ്പിനെ ഉൾപ്പെടെ ഡോക്ട്രിൻ ഓഫ് വാൾ ഓഫ് സെപ്പറേഷൻ കൊണ്ടുവന്ന് 15-ാം നൂറ്റാണ്ടിൽ ഒഴിവാക്കി നിർത്തി. അതിനു മുമ്പ് വരെ പോപ്പ് പറയുന്നതായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ നടന്നുകൊണ്ട്. അപ്പൊ മതത്തിൻ്റെതായിട്ടുള്ള ജോലിക്ക് പോകണം, രാഷ്ട്രീയത്തിന്റെ രണ്ടിന്റെയും ലക്ഷ്യം രണ്ടു തന്നെയാണ്. മതപരമായ കാര്യങ്ങളുമായിട്ട് പോകണം. രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അല്ല, ഈ പറയുന്ന ഇടതുപക്ഷമല്ലേ മതത്തെ വളരെ സമർത്ഥമായി അതിവിദഗ്ധമായി രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തി എപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആയുധമാക്കുന്നത്? പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ബലദേവ, നിങ്ങൾ മതേതരത്വത്തെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നവരാണ്. പക്ഷേ എവിടെ ഏത് മണ്ഡലത്തിൽ ആര് മത്സരിക്കണം എന്ന് പോലും ജാതിയും മതവും നോക്കിയല്ലേ തീരുമാനിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ പറയുന്ന മതേതരത്വത്തിലൊക്കെ എന്താ ഉള്ളത്? എല്ലാം കപടമല്ലേ, കാപട്യമല്ലേ? അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെയോ കോൺഗ്രസിന്റെയോ ഒന്നും മതേതരത്വത്തെ വിമർശിക്കാനുള്ള അവകാശമൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. കാര്യം വെറും മതത്തിൽ മാത്രം അധിഷ്ഠിതമായി നിൽക്കുന്ന പാർട്ടിയാണ്. പ്രത്യേകിച്ച് ബി ജെ പിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ഐഡിയോളജി ഉണ്ട്. പ്രത്യേകിച്ചായിട്ട് ഹിന്ദുത്വ അജണ്ട എന്നുള്ള അല്ലാതെ ഇന്നതാണ് ഞങ്ങളുടെ ഐഡിയോളജി എന്ന് പറയാൻ ബി ജെ പിക്ക് എന്താ ഉള്ളത്? ബി ജെ പിക്ക് ഒരു ഐഡിയോളജി ഇല്ല. ബി ജെ പിക്ക് ആകെയുള്ള എന്താ? ഹിന്ദുത്വം എന്ന ഒരൊറ്റ അജണ്ട അല്ലാതെ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ട് ബി ജെ പി? PM നിയാസ്, പൊതു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. ഇനി മാസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബേസ് എന്ന് പറയുന്ന ക്രൈസ്തവരാണ്. അതിലൊരു വിള്ളലുണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടിയാണോ? ന്യൂനപക്ഷത്തെ, അതായത് മുസ്ലിങ്ങളെ പൂർണ്ണമായും കൂടെ നിർത്തുന്നു, അവരുടെ സംരക്ഷകർ ഞങ്ങളാണ് എന്ന് അവകാശപ്പെട്ട് പരമാവധി പ്രീണനം നടത്തുന്നവരായി മാറിയിരിക്കുകയാണ് ഇടതുമുന്നണിയും വിശിഷ്യ CPM-ഉം. അതുപോലെ ഈ ക്രൈസ്തവ വോട്ട് ബേസിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടി ഈ പ്രസ്താവനയെ കാണുന്നത് നന്നായിരിക്കില്ലേ? അതിൽ എത്രത്തോളം ഈ CPM വിജയിക്കും അങ്ങനെയുള്ള പരാമർശങ്ങളിലൂടെ, ഇടപെടലിലൂടെ? CPM ഓരോ തെരഞ്ഞെടുപ്പിലും
ഓരോ പ്രീണന നയങ്ങളാണ് കാലാകാലങ്ങളിൽ അനുവർത്തിച്ചു വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇറാഖ് യുദ്ധമുണ്ടായപ്പോൾ EMS സദ്ദാം ഹുസൈൻ പ്രഖ്യാപിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 14 ജില്ലകളിൽ ഒരു മലപ്പുറം ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും നമ്മൾ പരാജയപ്പെട്ടു. കഴിഞ്ഞ തവണ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഒരു തീവ്രവാദ മലപ്പുറം ആൾക്ക് വെള്ളി കിട്ടി. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ PDP, അതായത് മദനിക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടാണ് മുസ്ലിം വോട്ടുകൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി CPM ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ കഴിഞ്ഞ തവണ ശബരിമല എതിരായി വന്നപ്പോൾ മുസ്ലിം സമുദായത്തെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ സമുദായത്തെ തീർത്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തന്ത്രം CPM കാഴ്ചവെച്ചിട്ടുണ്ട്. പുറമേ പറയും, നേരത്തെ പറഞ്ഞത് ഇവിടെ ഒരു പാനലിസ്റ്റ്, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് പറയും. പക്ഷെ ഇതല്ല, പലപ്പോഴായി ഓരോ ജാതികളെയും മതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ്, അവരെ പ്രീണിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ CPM ശ്രമിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രമിക്കേണ്ടി വന്നത്? സ്വന്തം ഭരണത്തിൻ്റെ നിലപാടുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് തങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ബലദേവ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ ശരിവെക്കുകയാണ്. നമ്മുടെ ജയേന്ദ്ര മാഷിന്റെ പാർട്ടി BJP ഇന്ത്യയിൽ 2 MP-മാരായി ചുരുങ്ങിയത് നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രാമക്ഷേത്രവും അയോധ്യയും ബാബരി മസ്ജിദിൻ്റെ തകർച്ചയുമായി കൊണ്ടുവന്ന് അവിടെ ഹിന്ദു വോട്ടുകളുടെ പോളറൈസേഷൻ ഉണ്ടാക്കി മുന്നോട്ട് വന്ന് ഹൈന്ദവ സംവിധാനം ഉണ്ടാക്കി. കഴിഞ്ഞ തവണ 5 വർഷം ഭരിച്ച UP-യുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടുത്ത തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് 5 വർഷക്കാലം എൻ്റെ ഭരണത്തിൻ്റെ ഗുണം, അതിൻ്റെ പേരിൽ എനിക്ക് വോട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞത്. അവിടെ പറഞ്ഞത് 80%-ഉം 20% തമ്മിലുള്ള മത്സരമാണ്, അതുകൊണ്ട് 80%-ന് അനുകൂലമായി വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാക്കണമെന്ന് തന്നെയാണ്. എന്നാൽ ഇന്ന് 10 കൊല്ലം ഈ രാജ്യത്തെ എല്ലാവരെയും അടക്കി വാണ BJPക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. തങ്ങൾ ഈ 10 കൊല്ലം ഭരിച്ചിട്ടും ഇവിടെ രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ടും പള്ളി പൊളിച്ചെടുത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ട് പോലും തങ്ങൾക്ക് ഹൈന്ദവ വോട്ട് കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾക്ക് അത് ക്രിസ്ത്യൻ വോട്ടുകളും BJP വോട്ടും വേണം. CPM ആഗ്രഹിക്കുന്ന പോലെ തന്നെ BJP ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഞാനിപ്പോൾ കെവിനോട് എനിക്ക് സത്യത്തിൽ സഹതാപമാവണം. കെവി 4 കാശിന് വേണ്ടി യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസും ഇപ്പോൾ കാസയും എടുക്കുന്നത് ഒരേ നിലപാടാണെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിന് എന്നും പോരാട്ടം നിങ്ങൾ നേരിട്ടത് അത് സംഘപരിവാർ ശക്തികളിൽ നിന്നാണ്. എനിക്കറിയാലോ, മലയാളികളായ ധാരാളം ക്രൈസ്തവരായ കന്യാസ്ത്രീകളുടെ രോദനം നമ്മുടെയൊക്കെ മനസ്സിലും കണ്ണിലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാൻ സാമിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല, കാരണം നിങ്ങൾ അതൊക്കെ മറക്കുകയാണ്. ഓർമ്മയുണ്ടാവില്ല. നിങ്ങൾക്ക് മിഷണറി പ്രവർത്തനങ്ങളെ അത് നിരോധിക്കണമെന്ന് പറഞ്ഞ RSSന്റെ എന്താ കേട്ടില്ല RSSന്റെ മിഷണറി പ്രവർത്തനങ്ങളെ ഞാനൊരു കാര്യം പറയാം. നമ്മളെ ഇക്കാര്യത്തിൽ നിങ്ങൾ എടുത്ത നിലപാടെന്താ? നിങ്ങളെടുത്ത CPM BJP എടുത്ത നിലപാടെന്താ? മിഷണറി പ്രവർത്തനങ്ങളെ ഇന്ത്യ രാജ്യവ്യാപകം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളിൽ ആര് സംസാരിക്കുമ്പോഴും ഇടപെടാതിരുന്നത് എൻ്റെ രാഷ്ട്രീയ മാന്യതയും ജനാധിപത്യത്തിൽ എനിക്കുള്ള വിശ്വാസവും കൊണ്ടാണ്. ഈ വിശ്വാസമില്ലാത്തവരോട് സംസാരിക്കാൻ ഞാനില്ല, തർക്കിക്കാനും ഞാനില്ല. നിങ്ങൾ ആര് പ്പോഴും മാന്യമായി ഞാൻ മിണ്ടാതിരുന്നത് നിങ്ങളെല്ലാം പറയുന്നത് ശരിയാണ് എന്നുള്ളത് കൊണ്ടല്ല, എൻ്റെ ഞാൻ കാത്തിരുന്നതാണ്. ദയവായി എനിക്ക് സംസാരിക്കാനുള്ള അവസരിക്കും. ഇവിടെ ക്രൈസ്തവ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പോരാട്ടം ലഭിച്ചത് സംഘപരിവാറിൽ നിന്നാണ്. മിഷണറി പ്രവർത്തനങ്ങൾ അത് ജാതി മാറ്റമാണ്, മതം മാറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബില്ല് കൊണ്ടുവന്നതും അതനുസരിച്ച് അതിനുവേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ അത് വളച്ചൊടിച്ചുകൊണ്ട് എത്ര ക്രൈസ്തവ പുരോഹിതരെ, എത്ര കന്യാസ്ത്രീകളെ ജയിലിലടച്ചതും കേസെടുത്തതും അവരെ കന്യാസ്ത്രീ മഠങ്ങളും കോൺവെന്റുകളും തകർത്തത്, അതൊക്കെ കാസയും കെവിൻ പീറ്ററും മറന്നു പോവുകയാണ്. കിട്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, ഞാനത് പറഞ്ഞോട്ടെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാസയുടെ നിലപാട് അവർക്ക് എടുക്കാം.
ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ CPM-ഉം BJP-യും തരാതരം പോലെ പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഒരൊറ്റ നയമുള്ളൂ. അത് നയം മണിപ്പൂരിലെ നയം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്, ആ നയം തന്നെയാണ് കേരളത്തിലുമുള്ളത്, അത് തന്നെയാണ് ഞങ്ങൾക്ക് ഉത്തർപ്രദേശിലുമുള്ളത്, അത് തന്നെയാണ് ഞങ്ങൾക്ക് തമിഴ്നാട്ടിലുമുള്ളത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ നിലപാടെടുക്കാൻ കഴിയുന്നത്? ഞങ്ങൾ മതേതരത്തിൽ വിശ്വസിക്കുന്നു, മതനിരാസത്തിലല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. CPM വിശ്വസിക്കുന്നതും ഇവിടെ ആദർശവും മതനിരാസമാണ്. എന്നാൽ ഞങ്ങൾ മതേതരത്വത്തിലാണ് വിശ്വസിക്കുന്നത്. ആ മതേതരത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചത്. ഞങ്ങൾക്കറിയോ, ഞങ്ങൾ വിശ്വസിക്കുന്ന രാമൻ ഗാന്ധിജിയുടെ രാമനാണ്. ഗാന്ധിജിയുടെ രാമൻ അത് ക്ഷേത്രത്തിലല്ല കുടിയിരുന്നത്. ഗാന്ധിജിയുടെ രാമൻ ജനങ്ങളുടെ മനസ്സുകളിലാണ് കുടിയിരുന്നത്. ആ ജനമനസ്സുകളുടെ രാമനെയാണ് ഞങ്ങൾ അന്നും ഇന്നും ഞങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ളത്. നിങ്ങളതല്ല, നിങ്ങൾ ആ രാമനെ, നിങ്ങൾ സംഘപരിവാർ ശക്തികൾ അത് രാമനെ രാമനെ തേടിയാണോ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി അയോധ്യയിലേക്ക് പോകുന്നത്? ഇവിടെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഞങ്ങളൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് മതവും ജാതിയും ഭരണവും വേറെ വേറെയാണെന്ന് വിശ്വസിക്കാനും ബോധമുള്ളവരാണ് ഞങ്ങൾ. നിങ്ങൾക്കതല്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രപതി ക്ഷണിച്ചപ്പോൾ പോകാൻ പാടില്ല എന്ന് നിലപാടെടുത്തവരാണ്. പക്ഷേ ഞങ്ങൾ പല ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. അത് വോട്ടിന് വേണ്ടിയല്ല. അങ്ങനെ ഞങ്ങൾ വോട്ടിന് വേണ്ടിയാണെങ്കിൽ ഞങ്ങൾ സുവർണ ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ടല്ലോ, ഞങ്ങൾ മുസ്ലിം ദേവാലയം മതപരമായ സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ടല്ലോ. നിങ്ങളെപ്പോലെ ഇങ്ങനെ ഞങ്ങൾ മതത്തെ ഒരു പ്രധാനമന്ത്രി മതത്തെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മതമാണ് എന്ന് പറയുവാൻ ഉള്ള ജാള്യതയും ആ ബോധവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു കാര്യം പറയാം. അയോധ്യ നിങ്ങൾ എന്തോ പറഞ്ഞു. ഞങ്ങൾക്കറിയാലോ, വിശ്വാസമുള്ളവർക്ക് അയോധ്യയിൽ പോകാം, ഞങ്ങളെതിരല്ല. വിശ്വാസമുള്ളവർക്ക് സുവർണക്ഷേത്രത്തിൽ പോകാം, ഞങ്ങൾക്കെതിരല്ല. വിശ്വാസമുള്ളവർക്ക് മക്കയിൽ പോകാം, ഞങ്ങളെതിരല്ല. വിശ്വാസമുള്ളവർക്ക് മറ്റ് ദേവാലയങ്ങളിൽ പോകാം, ഞങ്ങളെതിരല്ല. അതാണ് ഞങ്ങൾ. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ? നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ കാശ്മീരോട് എടുക്കുന്ന നിലപാട്? ഞാൻ അത് പരത്തി പറയാൻ ആഗ്രഹിക്കില്ല. ഇവിടെ ഈ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു കാര്യം എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കെവിനെ, ഇത് ആട്ടിൻ തോലിട്ട ചെന്ന കഥ നിങ്ങളുടെ ബൈബിളിൽ പറയുന്നുണ്ട്. ദയവ് ചെയ്തൊന്നും മനസ്സിലാക്കണം. ആ ചെന്നായിയുടെ രൂപമാണ് ഇന്ന് നിങ്ങൾ നേരിടുന്ന BJP. അതുകൊണ്ട് നിന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ സമുദായത്തെയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാനേ പോകുന്നുള്ളൂ. പിന്നെ CPM എന്തിനാ ഹാലിളകുന്നത്? CPM എല്ലാത്തിനും അപ്പുറമായി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അത് ഇവിടെ പോയി. നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞ സ്റ്റാലിനിസ്റ്റ് നിലപാടുകൾ എവിടെ പോയി? ഇപ്പം മത പുരോഹിതന്മാരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ് തിരുത്തേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ 4 വോട്ട് BJP കിട്ടുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നു, അല്ല BJP പിടിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് പൊള്ളുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 മുസ്ലിം വോട്ടുകൾ അത് മുസ്ലിം ലീഗിന് പോകുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു നിലപാട് നിങ്ങൾ എടുക്കുന്നില്ല. നിങ്ങൾ രാഷ്ട്രീയ നിലപാടുകൾ നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, BJPക്ക് നിലപാടില്ല. ഇല്ല, ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് നിലപാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യത്തിലാണ്. ഇവിടെ നിങ്ങൾ മുതലാളി വർഗ സർവാധിപത്യമാണ്. രാവിലെ നടക്കുന്ന നിങ്ങളുടെ നവകേരള യാത്രയിലെ മുതലാളിമാരോട് ചേർന്ന് കിടക്കുന്ന അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്ന മുഖ്യമന്ത്രി ഒരു സാധാരണക്കാരൻ്റെ ഒരു ചോദ്യങ്ങൾക്കെങ്കിലും ചെവി കൊടുക്കാൻ നിങ്ങൾ തയ്യാറായോ? അപ്പം നിങ്ങൾ കാലാകാലങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ CPM-ന്റെ നിലപാട് ശരിയാണ്. അനിൽ നമ്പ്യാരോട് എനിക്ക് പറയാനുള്ളത്, അനിൽ നമ്പ്യാർ നല്ല കോമ്പിയറാണ്, നല്ല മാധ്യമപ്രവർത്തകനാണ്. പക്ഷെ അങ്ങ് മാധ്യമപ്രവർത്തകനായി അങ്ങ് ഡിബേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അങ്ങേക്ക് പറയാൻ വേണ്ടി ജയേന്ദ്ര മാസ്റ്റർ ഉണ്ട്. അത് വിട്ടുകൊടുക്കുക. അങ്ങ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് അങ്ങയെ പോലുള്ള നല്ല മാധ്യമപ്രവർത്തകന്റെ ജനാധിപത്യപരമായ നിലപാടുകൾ ഉണ്ടാവണം എന്ന് അങ്ങയെ ഉപദേശിക്കാൻ ഞാനല്ല, ഞാനൊരു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എനിക്ക് 100% പറയാൻ കഴിയും. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ തെറി പറഞ്ഞുകൊണ്ട് അവരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രി പറഞ്ഞാൽ, സാധാരണഗതിയിൽ എല്ലാ മതങ്ങളോടും തുല്യനീതി എന്ന് പറയുന്ന, എല്ലാവരും മാന്യമായി ഇടപെടണമെന്ന് പറയുന്ന ജനാധിപത്യ നടപടിക്രമങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി അയാളെ ശാസിക്കാൻ തയ്യാറാകണം, അയാളെ മാറ്റി നിർത്താൻ തയ്യാറാവണം, അത് മന്ത്രി കസേരയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണം. അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണ്. പക്ഷെ മുഖ്യമന്ത്രി എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് സംവിധാനങ്ങൾ ഉണ്ടായാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളും ഈ രാജ്യത്തുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുതന്നെയാണ് ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയും അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ ഒരു മതപുരോഹിതനാവാൻ
ആയി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന എല്ലാ മതങ്ങൾക്കും മതേതരത്വം, സെക്യുലർ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറണം. അദ്ദേഹം മാറാൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു. എല്ലാ കാലത്തും നമുക്കെല്ലാവർക്കും അറിയാം, ബാബറിന്റെ യുഗം ഇവിടെ ഉണ്ടായിരുന്നു, അക്ബറിന്റെ യുഗം ഇവിടെ ഉണ്ടായിരുന്നു, അതുപോലെ പല യുഗങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ യുഗത്തിനൊക്കെ അനിൽ നമ്പ്യാരെ കുറച്ച് കാലമേ ഉണ്ടായിട്ടുള്ളൂ. ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ എല്ലാ കാലവും ഇന്ത്യ ലോകം അടക്കി വാണിട്ടില്ല. അതുകൊണ്ട് മോദി യുഗത്തിനും സംഘപരിവാർ യുഗത്തിനും ഒരു കാലപരിധിയുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്കും മുന്നോട്ട് നിങ്ങളെ അനിൽ നമ്പ്യാരിനും അനിൽ നമ്പ്യാരുടെ ചാനലിലുമൊക്കെ അത് നന്നായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം വരും, കാലം വരും. അതിനുവേണ്ടി കാത്തിരിക്കുവാൻ, മതേതരത്വത്തിൽ വെള്ളം ചേർക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ വെൻ എ ട്രീ ഫോൾസ് ദ എർത്ത് ഷെയ്ക്സ് എന്നായിരുന്നു ഈ സിഖ് കൂട്ടക്കൊലയെക്കുറിച്ച് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പറഞ്ഞത്. ആ പരാമർശം പാനലിസ്റ്റുകളൊക്കെ ഓർക്കുന്നുണ്ടാവും. അങ്ങനെ കൂട്ടക്കൊല നടത്തിയവനാണ് ഇപ്പോൾ വീരവാദം മുഴക്കുന്നത്. മാഷെ മറുപടി, കൂടുതൽ ചോദ്യങ്ങളിലില്ല. ഞാനിങ്ങനെ ആസ്വദിച്ച് കേൾക്കുകയായിരുന്നു നമ്മുടെ ബലദേവ് സാറിന്റെയും എന്റെ സുഹൃത്ത് നിയാസിന്റെയും ഒക്കെ മാധുര്യം വഴിഞ്ഞൊഴുകുന്ന കെവിൻ പീറ്ററിനുള്ള ഉപദേശം. ഞാൻ എൻ്റെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് എൻ്റെ നിയാസിൽ നിന്ന് തുടങ്ങാം. സർ, ഹാദിയ സോഫിയ പള്ളി തകർത്ത് ദേവാലയമാക്കിയത് നിങ്ങളുടെ ഘടകകക്ഷിയുടെ മുഖപത്രം ആസ്വദിച്ചെഴുതിയപ്പോൾ അതൊരു സമുദായത്തിന്റെ ഹൃദയവികാരങ്ങളെ മുൻപെടുത്തുകയോ അതിൽ ഉപ്പ് തേക്കുകയോ ആണെന്ന് ഒരു പ്രസ്താവന ഈ മതേതരം വഴിഞ്ഞൊഴുകുന്ന കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. സർ, താങ്കള് കാശ്മീരിനെ കുറിച്ച് പറഞ്ഞു. 68 കൊല്ലമായി നിയാസെ മൗലാന ആസാദ് റോഡിലുള്ള സേക്രട്ട് ഹാർട്ട് പള്ളിയിൽ ഒരു ക്രിസ്ത്യാനിക്ക് നിങ്ങളുടെ കോൺഗ്രസിന്റെ ഭരണത്തിൽ അവിടെ കയറി ആരാധിക്കാൻ കഴിയാഞ്ഞിട്ട്. അവർക്കെതിരെ നിങ്ങൾ ഒരുപാട് പറഞ്ഞല്ലോ, വിചാരധാരയും ഒക്കെ ഉദ്ധരിച്ച് പലരും പറഞ്ഞു. 68 കൊല്ലത്തിന് ശേഷം അവർ ഈ വർഷം അവിടെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്ക് ലഭിച്ചു. പിന്നീട് താങ്കൾ പറഞ്ഞു മതപുരോഹിതന്മാരുടെ പണി രാഷ്ട്രീയക്കാരെടുക്കരുത് എന്ന്. ഇത് അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കുമെന്ന് പറഞ്ഞ പാർട്ടിക്ക് അവരുടെ അധ്യക്ഷന്റെ പണി എന്താണ് എന്ന് എന്റെ സുഹൃത്തൊന്ന് പറയുമോ? കോഴിക്കോട് ജില്ലയിലെ നിരവധി സമയത്തെ അദ്ദേഹവുമായിട്ട് ഞാൻ ആ പണിക്ക്, ആ ആരാധനാലയത്തിന്റെ പല ഉദ്ഘാടനത്തിനും ക്ഷണിച്ചപ്പോൾ ഞാനും പങ്കാളിയായിട്ടുണ്ട്. ഇത് മതവും രാഷ്ട്രീയവും തമ്മിലുള്ള കൂടിച്ചേരലല്ലേ? തന്റെ നെറ്റിയിലെ കറുത്ത കുറി മായ്ച്ച് ഉച്ചിയിൽ വെച്ച് അവിടെ മത്സരിക്കാൻ പോകുന്ന ആളും കീഴടങ്ങുകയല്ലേ എന്ന് നിയാസിനോട് ഞാൻ ചോദിക്കും. അയോധ്യയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വിഗ്രഹം വെച്ചു കൊടുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തതും അവിടെ മറ്റു പലതിനും കൂട്ടുനിൽക്കുകയും അയോധ്യയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം അനുഗ്രഹാശസ്സുകൾ ആരംഭിക്കുകയും ചെയ്യുന്നത് മതവും രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കലാണോ? തരാതരം പോലെ നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയും. ഒരു കാലഘട്ടത്തിൽ അകാലിദളിനെ തോൽപ്പിക്കാൻ ഒരു ഭീകരവാദിയെ വളർത്തിക്കൊണ്ടുവന്ന്, പേര് നിങ്ങൾ അറിയുമെന്ന് ഞാൻ ഓർക്കുന്നു, ഭീന്ദ്രൻ ബാല. അവസാനം അദ്ദേഹത്തിന് വേണ്ടി നിറതോക്കിലൂടെ സ്വന്തം നേതാവിന്റെ ജീവരക്തം കൊടുക്കേണ്ടി വന്നപ്പോഴും അപ്പോ പറഞ്ഞ വാക്കുകളാണ്. പാർട്ടിയുടെ സാധാരണക്കാർ വികാരം കൊണ്ട് ചെയ്തതല്ല. പല മുതിർന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് 2000-ലധികം സിഖുകാരെ, ഞാനന്ന് ഡൽഹിയിലാണ് നിയാസെ, ഉത്തർപ്രദേശിലാണ് നിയാസെ ആ കൊന്നത്. ഏതാണ്ട് 10,000-ഓളം ആളുകളാണ് മറ്റു പ്രദേശത്ത് നിന്ന് കൊല ചെയ്യപ്പെട്ടതിലല്ല. അപ്പോൾ നിങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞത് എന്താ? ഒരു വൻമരം വീഴുമ്പോൾ ഒരു ചെറിയ ഇലകളൊക്കെ നിൽക്കുന്ന മസാനമാണ്. ടൈറ്റ്ലറെ പോലുള്ള ആളുകളെ കോടതി ശിക്ഷിച്ചു. ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളോ അല്ല. ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഒരു പാർട്ടി ഇതുമാതിരിയില് ഒരു വംശഹത്യക്ക് എപ്പോഴെങ്കിലും വശംവദനായിട്ടുണ്ടോ? താങ്കൾ തുർക്കുമാൻ ഗേറ്റിനെ കുറിച്ചും കൂടി ഓർക്കുന്നത് നന്ന്. വർഗീയ ഭ്രാന്ത് മൂത്ത നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു നേതാവ് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി ബലാത്കരേണ വംശപരമ്പര അവർക്ക് സൃഷ്ടിക്കാനുള്ള കഴിവ് നശിപ്പിക്കാൻ അവരെ വന്ധ്യംകരണം ചെയ്തതും കോൺഗ്രസ് ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ജനാധിപത്യത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴെന്ന് ഞാൻ ചൂണ്ടിക്കാണും. പച്ചയ്ക്ക് അമ്പലനടയിൽ കെട്ടിത്തൂക്കി കത്തിക്കണം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു പ്രതിഷേധം നിങ്ങൾ എവിടെയെങ്കിലും ഉയർത്തിയോ? അത് ശരിയായില്ലെന്ന് പറഞ്ഞ അനുഭവം നമ്മുടെ മുമ്പിലുണ്ടോ? ഇത്രയും മതി എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. രാഷ്ട്രീയവും മതവും വേറെ വേറെ ആവണം, മതത്തിന്റെ ആളുകളെ പോകരുത്,
ഞാൻ പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നു നിയാസെ. എവിടെയൊക്കെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കൃത്യമായ ബോധ്യമൊക്കെ നമുക്കൊക്കെ ഉണ്ട്. ബലദേവ് സച്ചിദാനന്ദനോട് ഞാൻ സൂചിപ്പിക്കുന്നത്, സാർ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞു ദുർബലമായിരുന്നു BJP. ശരിയാണ് സാർ, 2 MLA മാരുണ്ടായിരുന്നു. അന്ന് ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറി ഏതെങ്കിലും മതമേധാധ്യക്ഷന്മാരെ തെറി വിളിക്കാൻ BJP ഉണ്ടായിരുന്നു? ഞങ്ങൾ ക്ഷമാപൂർവ്വം പ്രവർത്തിച്ചു മിസ്റ്റർ ബലദേവ്. ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചു. പലതരത്തിലുള്ള ജനങ്ങൾ സേവനങ്ങൾ നടത്തി. അവസാനം താങ്കൾ പറഞ്ഞു അത് അയോധ്യയുള്ളത് കൊണ്ടാണ് BJP ജയിക്കുന്നത് എന്ന്. താങ്കളെപ്പോലെ ഉള്ള ഒരു വക്കീലിന്റെ വായിൽ നിന്നും ഞാനത് കേൾക്കുമ്പോൾ, സാർ ഈ തർക്കത്തിൽ ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ എത്തും. തർക്കം ഉണ്ടായാൽ അങ്ങനെയാണല്ലോ. ഇന്നിപ്പോ ജന TV എഴുതി കാണിക്കുന്നു, ഐകകണ്ഠ്യേനയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വിധി പറഞ്ഞത്. അതിന് ഒന്നും കൂടി ഞാൻ സച്ചിനോട് പറയും, എന്റെ നാട്ടുകാരൻ KK മുഹമ്മദ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതിന്റെ തലപ്പത്തിരുന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടില തന്ത്രങ്ങൾ മുഴുവൻ പൊളിച്ച് എങ്ങനെയാണ് റോമിള താപ്പറും ബിപിൻ ചന്ദ്രയും പോലുള്ള ഉത്സിതമായ മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ, കോൺഗ്രസ്സുകാർക്ക് ഇതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവര് ഭരിക്കുമ്പോൾ ഈ അധികാരങ്ങൾ സയൻസ് കോൺഗ്രസും ശാസ്ത്ര കോൺഗ്രസും ഒക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ബംഗാളിൽ നിന്നും വന്ന മാർക്സിസ്റ്റുകാർ കൈയടക്കിയിരുന്നു. എങ്ങനെയാണ് ആ നികൃഷ്ടർ ഈ രാജ്യത്ത് ഒരു വർഗീയ ലഹള ഉണ്ടാവാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് എന്റെ നാട്ടുകാരൻ, ഇന്നും 5 നേരം നിസ്കരിക്കുന്ന KK മുഹമ്മദ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എക്സ്കവേഷനിലൂടെ ചരിത്രം, അക്കാദമിക് തലം, അവിടെ എക്സ്കവേഷൻ നടത്തി കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ഇന്നും അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സമൂഹത്തെ മുഴുവൻ അവമതിക്കുന്നതിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി നിങ്ങൾ കളിച്ച കള്ളക്കളിയുടെ കൃത്യമായ ധാരണയായിരുന്നു മിസ്റ്റർ ബലദേവനോട് എനിക്ക് ചൂണ്ടിക്കാണി. പിന്നെ നിങ്ങൾ പറഞ്ഞു BJP ഉത്തരേന്ത്യൻ പാർട്ടിയാണ്. സാർ ഞാൻ ചോദിക്കട്ടെ, ദക്ഷിണേന്ത്യയിലെ ഓരോ പാർട്ടിയുടെയും MP മാരുടെ എണ്ണം സച്ചിൻ ബലദേവ് സാർ ഒന്ന് എടുക്കുമോ? CPM-നേക്കാളും കോൺഗ്രസിനേക്കാളും ദക്ഷിണ ഭാരതത്തിൽ നിന്ന് ഇന്ന് ലോകസഭയിൽ MP മാരുള്ള പാർട്ടി BJP ആണ്. അമ്പലം അയോധ്യ വിഷയം കൊണ്ടായിരുന്നോ സച്ചിൻ ബലദേവ് സാറിനോടും നിയാസിനോടും ഞാൻ ചോദിക്കും, 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അയോധ്യ ആയിരുന്നില്ലല്ലോ വിഷയം. 5 സംസ്ഥാനങ്ങളിൽ സാർ അപ്പമായിരുന്നു വിഷയം, പട്ടിണിയായിരുന്നു വിഷയം. 81.5 കോടി ഭാരതീയർക്ക് കഴിഞ്ഞ 4 വർഷമായി ഒരു ഉറുപ്പിക പോലും പ്രതിഫലം വാങ്ങാതെ ഭക്ഷ്യധാന്യം വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന പ്രധാനമന്ത്രി കല്യാൺ അന്ന യോജന പദ്ധതി ഇനി 5 വർഷം കൂടി തുടരും. ഞങ്ങൾ പറഞ്ഞു, ഈ രാജ്യത്ത് വീടില്ലാത്ത 4 ലക്ഷം കുടുംബത്തിന് ഏതാണ്ട് 20 ലക്ഷത്തിലധികം ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുത്തതിനെ ദുർബലമായി കാണാൻ നമുക്ക് സാധിക്കുമോ? കുടിവെള്ളം കിട്ടാത്ത ലക്ഷക്കണക്കിന് വീടുകളില് ജൽജീവൻ മിഷനിലൂടെ കുടിവെള്ളം എത്തിച്ചത് നിസ്സാരമായി കാണാൻ കഴിയുമോ? കേരളം ഉൾപ്പെടെയുള്ള കർഷക സമൂഹത്തിന് പ്രധാനമന്ത്രിയുടെ കാർഷിക പരിപാടി 6000 രൂപ കിസാൻ സമ്മാൻ നിധി എത്തിച്ചു കൊടുക്കുന്നതിന് ദുർബലമായി കാണാൻ നിങ്ങൾക്ക് സാധിക്കുമോ? കൃത്യമായിട്ട് ഞാൻ താങ്കളുടെ മുമ്പാകെ എടുക്കുന്നു. ഫിനാൻഷ്യൽ ടൈംസ് പറഞ്ഞു, രാഷ്ട്ര വികസനത്തിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുതൽ പകർച്ചവ്യാധിക്കുള്ള പോരാട്ടം വരെ, അടിസ്ഥാന സാക്ഷരത മുതൽ ലോകോത്തര നിലവാരമുള്ള സർവകലാശാലകൾ വരെ, വൻ സാമ്പത്തിക പദ്ധതികൾ മുതൽ ആരോഗ്യ ഇൻഷുറൻസുകൾ വരെ, ആധുനിക റോഡ്, റെയിൽ, വ്യോമ, ബഹിരാകാശ ഗതാഗത സൗകര്യങ്ങൾക്കൊപ്പം സാങ്കേതിക ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബായി ഉയർത്തുന്നത് വരെ നിങ്ങൾ ഈ പറയുന്ന അമ്പലവാസികളും ചാണകസംഖ്യകളുമാണ്. നിയാസിനോടും ബൽദേവ് സാറിനോടും ഞാൻ പറയും, ചന്ദ്രയാൻ ദൗത്യത്തിലൂടെ ലോകം ഇന്നേ വരെ എത്തിച്ചേർന്നിട്ടില്ല. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് ഭാരതം ലാൻഡ് ചെയ്തത്, ചൊവ്വ പര്യവേഷണത്തില് ഭാരതം ലോകത്തിന് മാതൃകയാവുന്നത്, 2 ലക്ഷം ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകിയത്, ലോക ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ നിങ്ങൾ ഭരിക്കുമ്പോൾ പാമ്പ് പിടുത്തക്കാരുടെയും കുരങ്ങ് കളിപ്പിക്കുന്നവരുടെയും നാടെന്ന് അധിക്ഷേപിച്ച നാട്, 2 ലക്ഷം ഗ്രാമങ്ങൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്കൊപ്പം ഭാരതത്തിലെ ലോകത്തിൽ നടക്കുന്ന ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ 40% ഇന്ത്യയിലാണ്. ഭാരതമാണ് സർ യുദ്ധരംഗത്ത്, പ്രത്യേകിച്ച് യമനിൽ യുദ്ധം നടന്നപ്പോൾ നൈറ്റ് വിഷൻ ക്യാമറകൾ വെച്ചുകൊണ്ടുള്ള ആദ്യത്തെ വിമാന ലാൻഡിംഗ് നടത്തി റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയത്. ഭാരതം ഇന്ന് വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ലോകത്തിന് പോലും അത്ഭുതകരമായി തുടരുകയാണ് സർ. ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, ഇന്ന് നമ്മുടെ മറിയക്കുട്ടി മുതൽ പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു. ഞങ്ങൾക്ക് വേണ്ടത് അപ്പമാണ്, ഞങ്ങൾക്ക് വേണ്ടത് കിടന്നുറങ്ങാൻ ഒരു കൂരയാണ്, ഞങ്ങൾക്ക് വേണ്ടത് കുടിവെള്ളമാണ്, ഞങ്ങൾക്കത് പാകം ചെയ്യാനുള്ള ഗ്യാസ് കണക്ഷനാണ്, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, വൈദ്യം, വിജ്ഞാനം.
5 ലക്ഷം രൂപ വരെ 50 കോടി ആളുകൾക്ക് ആരോഗ്യ സുരക്ഷ നൽകുന്ന പദ്ധതി. ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഈ വൻ നേട്ടങ്ങളെ മറച്ചുവെച്ച് അയോധ്യ 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 എന്ന് മാത്രം നിങ്ങൾ വായ്ത്താരി പറയുമ്പോൾ നിങ്ങൾ യാഥാർത്ഥ്യം ഒളിച്ചോടുകയാണ്. അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഇല്ലാതെ നിങ്ങൾ പ്രതീക്ഷിച്ച് ഛത്തീസ്ഗഡ് ഉൾപ്പെടെ ആദിവാസി പിന്നോക്ക മേഖലകൾ, നക്സലിസത്തിന്റെ കൊടുംകുത്തിയ കേന്ദ്രങ്ങൾ വരെ ഈ ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്നതിനെ കുറച്ച് കാണരുത്. പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക, ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. സമയത്തിന് പരിമിതി മൂലം ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഉത്തരം ഒരുപാടുണ്ട് നിങ്ങളെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അടുത്ത വർഷമാക്കാം. ഓക്കെ വളരെയധികം നന്ദി. വൈനും കേക്കും കണ്ടതുകൊണ്ടാണ് മെത്രാൻമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് വിരുന്നിലേക്ക് പോയത് എന്ന മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവന അവരെ അപമാനിക്കലാണ്, അവഹേളിക്കലാണ്. അത് അദ്ദേഹം തിരുത്തും എന്ന് തന്നെ പ്രത്യാശിക്കാം. എന്തൊരു പ്രഹസനമാണ് സജി. കൂടുതലൊന്നും പറയാനില്ല. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.